അമേരിക്കയിൽ കുടിയേറാനുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ വലിയ ജോലി സ്വപ്നം കാണുന്നവർക്ക്, ഉയർന്ന വേതനം സ്വപ്നം കാണുന്നവർക്ക് ഇടുത്തി പോലെയാണ് ആ തീരുമാനം, ആ പ്രഖ്യാപനം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളത്. H-1B വിസ ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. H-1B വിസ എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിന് അമേരിക്ക നൽകുന്ന വിസയാണ് H-1B വിസ. നിലവിൽ ഇപ്പോൾ 4-5 ലക്ഷമൊക്കെ നൽകേണ്ട സ്ഥാനത്ത് ഇനി നൽകേണ്ടത് ഭീമമായ തുകയാണ്. 84 ലക്ഷം രൂപ വിസ ഫീസായി നൽകേണ്ടി വരും എന്നതാണ് അതിന് കാരണമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായി അമേരിക്ക പറയുന്നത് അമേരിക്കൻ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ നിയമിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ വിസ ഫീസ് കൂട്ടിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയാണ്. കാരണം H-1B വിസയിൽ 70% നേടുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ചെറുകിട കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഇത്തരത്തിൽ ഉയർന്ന തുക നൽകി വിസ എടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ അമേരിക്കയിൽ നിയമനം വളരെയധികം കുറയും. അപ്പോൾ ഇന്ത്യക്കാർക്ക് ജോലി ലഭിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുക എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കും എന്ന തരത്തിലുള്ള വലിയ ആശങ്കകളുണ്ട്. പക്ഷേ വൈറ്റ് ഹൗസ് ഏറ്റവും ഒടുവിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നിലവിലുള്ളവരെ ഇത് ബാധിക്കില്ല, പക്ഷേ പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ഈ രീതിയിൽ ഉയർന്ന ഫീസ് നൽകേണ്ടി വരിക എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. നോക്കാം ഇത് ഇന്ത്യക്ക് എത്രത്തോളം തിരിച്ചടിയാണ് എന്ന്. അജിൻസ്, ഈ H-1B വിസ ഫീസ് കൂട്ടിയത് ഇപ്പോൾ ഈ തീരുവ യുദ്ധത്തിന് പിന്നാലെയാണല്ലോ ഇത് വരുന്നത്. ഇത് സത്യത്തിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢോദ്ദേശമുണ്ടോ ട്രംപിന്? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പരസ്യമാണ്. അമേരിക്ക ഫസ്റ്റ്, അമേരിക്കക്കാർ ജോലി, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ജോലി മതി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി. അത് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മോദി ആയാലും നെതന്യാഹു ആയാലും ആര് വന്നാലും ട്രംപ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ സ്വഭാവം ഇതാണ് എന്നുള്ളത് 2016 മുതൽ ലോകരാജ്യങ്ങൾക്കറിയാം, ലോക നേതാക്കൾക്കറിയാം. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അയാളുടെ ഒരു പോളിസി എന്താണ്, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അയാൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അയാളുടെ അൺപ്രഡിക്റ്റബിൾ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോക നേതാവിനോട് മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്, അങ്ങനെ എൻഗേജ് ചെയ്യുന്നുണ്ട് അവരവരുടെ രാജ്യങ്ങളുടെ താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ള വലിയൊരു സെറ്റ് ബാക്കാണ്. കാരണം ഈ H-1B വിസയുടെ കാര്യത്തിലാണെങ്കിൽ 10 വർഷത്തോളമെങ്കിലുമായി ഒരു ദശകത്തോളമായിട്ട് അമേരിക്ക അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രഷറും എക്കണോമിക് പ്രഷറുമാണ്. അതായത് പരമാവധി ഇന്ത്യക്കാരങ്ങോട്ട് വരാതിരിക്കുക. ഈ 70% ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ H-1B വിസയുടെ 75% IT സെക്ടറിലുള്ള ജോലികൾക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ പ്രധാനമായും അത് ഉപകാരപ്പെടുത്തുന്നവരാണ് ഇന്ത്യൻ IT കമ്പനികളാണ്, ഇന്ത്യൻ IT ടെക്കുകളാണ്. നമുക്കൊരു ജോലി കിട്ടുക അമേരിക്കയിൽ പോയി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആ വിസയുടെ പ്രത്യേകത. ആ വിസയുടെ പ്രത്യേകത ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ ഒരു പ്രതീക്ഷ കൂടിയാണ്. കുടിയേറ്റം തന്നെയാണ്. കാരണം അവിടെ 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാം. അത് കിട്ടുന്നത് എപ്പോഴാണെന്നൊക്കെ വേറെ കാര്യം. എങ്കിൽ പോലും ഇവിടെ നിന്ന് കടന്നു പോവുക, ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ശരാശരി ഇന്ത്യൻ യുവാവിൻ്റെ അമേരിക്കൻ ഡ്രീം ആണ് ഇവിടെ പൊലിയുന്നത് യഥാർത്ഥത്തിൽ. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ശരിയാണ്. പലതരത്തിൽ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനെ ഇന്ത്യൻ ടെക് കമ്പനികൾ പല രീതിയിൽ മറികടക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ ഇന്ത്യ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനീയർമാരുടെ എണ്ണം, അതിപ്പോൾ IT തന്നെയാണെന്നില്ല, പല വിധത്തിലുള്ള എഞ്ചിനീയർമാരുടെ എണ്ണം അത്ഭുതപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ യുവാക്കളുടെ എണ്ണം കൂടുതലാണ്, ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ്. അപ്പോൾ ഈ സ്കിൽഡായിട്ടുള്ള ഈ എംപ്ലോയീസിനെ ലോകത്തിന് ആവശ്യമുണ്ട്. അമേരിക്ക ആവശ്യമുണ്ട്, ലോകത്ത് എല്ലാവർക്കും ആവശ്യമുണ്ട്, ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അമേരിക്ക ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു, ഇന്ത്യൻ ടെക് കമ്പനികൾ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ത്യൻ ടെക്കുകൾ ഉപയോഗപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ശമ്പളം കുറച്ച് കൊടുത്താൽ മതി. ഒരു അമേരിക്കക്കാരൻ ചെയ്യുന്ന ജോലി അതിൻ്റെ 4-1 പൈസയ്ക്ക് വരെ ഇന്ത്യക്കാരൻ ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ടൈം സോൺ വ്യത്യാസമാണെങ്കിൽ പോലും ഈ ജോലി രാത്രി ഉറക്കമുളച്ചിരുന്ന് ഇവിടെ ഒരു ചെയ്യും, അത് അമേരിക്കക്കാരൻ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ 2 അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ പ്രത്യേക സെക്ടറിൽ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്കാർ എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വളരെ പ്രിയമാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലാതാവുന്നതോടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ നഷ്ടം സംഭവിക്കുന്നത് ഇന്ത്യൻ യുവാക്കളുടെ അമേരിക്കൻ ഡ്രീമിനാണ് ആദ്യത്തെ നഷ്ടം. രണ്ടാമത്തെ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം അമേരിക്കൻ കമ്പനികൾക്ക് ഇനി അമേരിക്കക്കാരെ സെയിം പൊസിഷനിലേക്ക് ഹയർ ചെയ്യണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും, കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും, സ്കിൽഡ് അല്ലെങ്കിൽ കൂടി. അപ്പോൾ അത് അമേരിക്കൻ കമ്പനികൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. അവർ കൂടുതൽ ശമ്പളം കൊടുത്ത് ഇത്രയും സ്കില്ലില്ലാത്ത ആളുകളെ അവർക്ക് ഹയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനെ മറികടക്കാൻ ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ചെയ്യാൻ പോകുന്ന ജോലികൾ, ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കയിൽ ഒരു കരാർ കിട്ടിയെന്ന് കരുതുക, ഒരു സർവീസ് കരാർ കിട്ടി, സർവീസ് കോൺട്രാക്ട് കിട്ടി. അപ്പോൾ ഇവിടെ നിന്നുള്ള IT പ്രൊഫഷണൽസിനെ അങ്ങോട്ട് വിടണം. അപ്പോൾ അവിടെ ഓൺ സൈറ്റ് ജോലികൾക്ക് വേണ്ടിയാണുള്ള ആളുകൾ അങ്ങോട്ട് അയക്കുന്നത്, ഓൺ സൈറ്റ് ചെയ്യേണ്ട ജോലികൾക്ക് വേണ്ടിയാണ്. ബാക്കി എല്ലാ ജോലികളും ഇവിടെ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓൺ സൈറ്റ് ജോലികൾ ഇനി എന്ത് ചെയ്യും, പരമാവധി ഒരു നിയർ ഷോർ അല്ലെങ്കിൽ എന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറും. ഉദാഹരണത്തിന് കാനഡയിലേക്ക് ആളെ വിടുക, കാനഡയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുക. കാരണം കാനഡയിൽ നിന്ന് അമേരിക്കയിൽ പോയി എളുപ്പമാണ്. അങ്ങനെ പോയി ചെയ്യുക. അവിടെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാതെ കാനഡയിലേക്ക് മറ്റോ വിസ കൊടുത്ത ആളുകളെ അയച്ചാൽ അവിടെ നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ മെക്സിക്കോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ബ്രസീൽ, അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഇന്ത്യൻ കമ്പനികൾ നോക്കുക. അമേരിക്കൻ കമ്പനികൾ എന്തായിരിക്കും ചെയ്യുക? അമേരിക്കൻ കമ്പനികളും പരമാവധി ഇത് ഔട്ട്സോഴ്സ് ചെയ്യാൻ നോക്കുക. പരമാവധി അങ്ങോട്ടേക്ക് ആളോ വരാതെ ഇന്ത്യയിലേക്ക് തന്നെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഈ ജോലികൾ കൊണ്ടുപോകാൻ നോക്കുക. മൊത്തത്തിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ AI വന്നതോടുകൂടി IT സെക്ടറിലെ ഒരു എൻട്രി ലെവൽ പൊസിഷനുകളൊക്കെ ഇല്ലാതാവാൻ പോവുകയാണ്. അതായത് ഒരു എൻട്രി ലെവൽ പൊസിഷനിൽ ഒരു IT ടെക്നീഷ്യൻ ചെയ്യുന്ന ജോലികളൊക്കെ ഇനി AI ചെയ്യും. അതായത് റിപ്പീറ്റായിട്ട് ചെയ്യുന്ന ചില ജോലിയുണ്ട്. ഇപ്പോൾ കോഡിങ് മുതൽ അതുപോലെ ക്വാളിറ്റി അഷുറൻസ് മുതൽ അങ്ങനെയുള്ള പല ജോലികളും ഇനി AI ആയിരിക്കും ചെയ്യുക. അപ്പോൾ കുറേ അധികം ജോലികൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ യുവാക്കളുടെ IT മോഹത്തിന് മേൽ അങ്ങനെ ഒരു പ്രശ്നം AI കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. അതേസമയം തന്നെ AIയിൽ സ്കിൽഫുള്ളാവുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റികൾ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എഞ്ചിനീയർമാർ, ഇന്ത്യൻ ടെക്കികൾ അവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് സാധ്യത വർദ്ധിപ്പിക്കാം. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു പ്രശ്നം, യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതല്ലല്ലോ. ഇപ്പോൾ 2018 രാഹുൽ ഗാന്ധിയെ പറ്റി ആലോചിക്കുക. അന്ന് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും ഇവിടെ ഭരണപക്ഷം BJP അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു, പപ്പു എന്ന് വിളിച്ചുകൊണ്ട്. 2018 രാഹുൽ ഗാന്ധി പറഞ്ഞു, വി ഹാവ് എ വീക്കർ PM. നമുക്ക് ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാണ്. അത് ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? ഇതേ H1B വിസയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ ഇന്ത്യൻ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ആ സമയം അതാണെന്ന് കൂടി ആലോചിക്കണം. 2019 ലോക്സഭാ ഇലക്ഷന് മുമ്പ് അഹമ്മദാബാദിൽ ട്രംപ് വന്ന് നമസ്തേ ട്രംപ് നടത്തിയ സമയത്താണ്, അവിടെ പോയി ഹൗഡി മോഡി നടത്തുന്ന സമയത്താണ് H1B വിസയെക്കുറിച്ച് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. ഇന്നത് 2025 സംഭവിക്കുന്നു, 7 വർഷത്തിന് ശേഷം. വളരെ ദൂരക്കാഴ്ചയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അത് തെളിയിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ എക്കണോമിയുടെ താല്പര്യം പോലും തൻ്റെ ഹാക്ക് ഡിപ്ലോമസി ഉണ്ട്. ആളുകളെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും മോദിജി ആലിംഗനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി പ്രകടിപ്പിക്കുക. അതുകൊണ്ട് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇന്ത്യ എന്ന ഒരു ബ്രാൻഡിനെ ലോകത്ത് മുഴുവൻ സെല്ല് ചെയ്യാനാണ് അദ്ദേഹം പോകുന്നത് എന്നാണ്. അങ്ങനെ സെല്ല് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലേക്കാണ് ഈ വിദേശ യാത്രകൾ കൊണ്ടുണ്ടാകുന്നതെന്ന് വരുമ്പോൾ ഇന്ത്യൻ ഡിപ്ലോമസിക്ക് എന്ത് സംഭവിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ രാഹുൽ ഗാന്ധിയെ പോലെ നമ്മളും ചോദിക്കേണ്ടി വരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, IT മേഖലയിൽ ഉൾപ്പെടെ ഇതുണ്ടാക്കുന്ന തിരിച്ചടികൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക നമ്മുടെ മേൽ താരിഫ് ചുമത്തിയതിന് ശേഷം ഇപ്പോൾ ഇന്ത്യ അത് മറികടക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഇന്നു മുതൽ GST കുറച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റില്ല, എന്നാൽ ഇവിടെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ വില കുറച്ച് ഇവിടെ തന്നെ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷെ അതുകൊണ്ട് പലതരത്തിലുള്ള ഉപകാരമുണ്ട്. ഒരുപാട് സാധനങ്ങൾക്ക് വില കുറയുന്നുണ്ട്. നമ്മുടെ പോക്കറ്റിലുള്ള പൈസ നമ്മുടെ പോക്കറ്റിൽ തന്നെ കിടക്കും. കൂടുതൽ പണം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ തക്ക പർച്ചേസിങ് പവർ ഇന്ത്യയിലെ ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ വില കുറച്ചാലും GST കുറച്ചാൽ തന്നെയും ആ വസ്തുക്കൾ നമുക്ക് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ ഉണ്ടോ? നമ്മുടെ ജനസംഖ്യയിൽ എത്ര പേർക്ക് അത്രയും സാധനങ്ങൾ വാങ്ങാൻ കഴിയും? ചെറിയ ഒരു ഉദാഹരണം പറയാം. നമ്മൾ കഴിക്കുന്ന ചെമ്മീനും അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്ന ചെമ്മീനും തമ്മിൽ ഗുണനിലവാരത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ആ കയറ്റി അയക്കുന്ന ചെമ്മീൻ നമ്മൾ ഒരിക്കലും ഇവിടെ വാങ്ങിയിട്ടേ ഉണ്ടാവില്ല. ഇനി അതേ ചെമ്മീൻ നമുക്ക് ആ മൂല്യത്തിനായി കുറഞ്ഞ മൂല്യത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയുമോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ എല്ലാം കൊണ്ടും ഒരുതരം കയോസാണ് ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമാറ്റിക് സെറ്റ് ബാക്ക് എന്ന് തന്നെ നമുക്ക് ഇതേക്കുറിച്ച് പറയാൻ കഴിയും. യെസ്, ഇനിയൊരു നയതന്ത്ര നീക്കത്തിലൂടെ ഒരു പരിഹാരത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് നൗഫൽ? ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അമേരിക്കയിലൊരു ജോലി അവിടെ ചേക്കേറുക എന്ന് പറയുന്നത് ഇനിയൊരു സ്വപ്നം മാത്രമായിരിക്കുമോ? ഒരു 10-12 വർഷം മുമ്പ് ഇതുപോലൊരു അവസ്ഥയിൽ നമ്മൾ മലയാളികൾ കടന്നുപോയിരുന്നു. അതായത് സൗദിയിൽ നിത്താക്കാത്ത് നടപ്പിലാക്കുന്ന സമയത്ത്, നിത്താക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വദേശിവൽക്കരണം, വലിയ ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഇവിടെ ചർച്ചയിൽ വരാൻ തുടങ്ങിയിരുന്നു. എന്താണ് ഈ തിരിച്ചു വരുന്ന പ്രവാസികളെ കൊണ്ട് ചെയ്യാൻ പറ്റുക? അങ്ങനെ ഇവിടെ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തുന്നു, അങ്ങനെയൊക്കെ വലിയ വലിയ നീക്കങ്ങൾ ഇവിടെ നടത്തി. പക്ഷേ ഒന്നും അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആകെ സംഭവിച്ചത് എന്താണ്? നിത്താക്കാത്ത് എന്നതുകൊണ്ട് സൗദി ഉദ്ദേശിച്ചത് അവിടുത്തെ എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾക്ക് പരമാവധി ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അവരുടെ പൗരന്മാരിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവർ ഈ നിത്താക്കാത്ത് നടപ്പിലാക്കുന്നത്, ഇപ്പോൾ അമേരിക്ക ഈ പറയുന്ന പോലെയൊന്നുമല്ല, അവർ
അതിൻ്റേതായ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ അവർക്കൊരു സമയം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതായത് ഈ ഒരു കടയിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 5 പേർ ഇത്ര പേർ പൗരന്മാർ, 5 പേർ വിദേശികൾ, അങ്ങനെയൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ അവിടെ ഉള്ള ആളുകൾക്ക് ഒരു സമയം കൊടുത്തുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ പിന്നീട് വഴിയെ എന്ത് സംഭവിച്ചു? ഇപ്പോഴും സൗദിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ രീതിയിലേക്ക് ആ നിതാക്കാത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കാൻ സൗദിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മലയാളികൾക്ക് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ആ പ്രശ്നങ്ങളിലേക്ക് അവർ വല്ലാതെ വീട് പോവുകയും ചെയ്തില്ല. പക്ഷേ ഇവിടെ നേരത്തെ കുറച്ചുകൂടി ഭീകരമാണ് അവസ്ഥ. അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ $1,00,000 H-1B വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ $1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ സൂചിപ്പിച്ച് 84 ലക്ഷം എറൗണ്ട് വരും. അപ്പോൾ അവിടുത്തെ H-1B വിസയുള്ള 71% ആളുകളും ഇന്ത്യക്കാരാണ്. അതിൽ 47% ആളുകൾക്കും വാർഷിക വരുമാനം $1,00,000 താഴെയാണ്. അതായത് ഇയാൾക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ കൊടുത്താലേ ഒരു വിസ കിട്ടൂ എന്നർത്ഥം, വിസയ്ക്ക് കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ $2,00,000 മുകളിൽ പിന്നെ സാലറി ഉള്ളത് വെറും 5%, 6% മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായും ഈ പറയുന്ന തുക എന്ന് പറയുന്നത് ഇനി അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ മലയാളമാണ് പറഞ്ഞതിനകത്ത്. ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് ആണ് പറഞ്ഞതിൻ്റെ സൂചന. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യം ഈ പറയുന്ന പ്രധാനമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ നിന്ന് നമ്മുടെ ആളുകളെ ചങ്ങലക്കിട്ട് കയറ്റി അയച്ചപ്പോൾ ചങ്ങലയിടരുത്, കയറ്റി അയച്ചോളൂ എന്ന് പറയാനുള്ള ഒരു ത്രാണി പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഇത് തടുത്തു നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവും ബാധകമല്ലാത്ത ഒരു രാഷ്ട്ര മേധാവിയാണ് അദ്ദേഹം നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നു. പിന്നെ പാകിസ്ഥാൻ്റെ പട്ടാളമേധാവിയെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നു. അങ്ങനെ ഒരു നയതന്ത്രവും ഒരു നിയമങ്ങളും ഒന്നും പാലിക്കാതെ തോന്നിയത് ചെയ്യുന്ന ഒരു രാഷ്ട്ര തലവൻ എന്ന നിലക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ ലോകം പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്ക എന്നുള്ള സ്വപ്നം ഇന്ത്യക്കാർക്ക് അകന്നകന്ന് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവരുടെ അവിടെ നിലവിലുള്ളവർക്ക് ഇപ്പോൾ പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനും ഒരു ഗ്യാരണ്ടി നിലവിലെ അവസ്ഥയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും വരും ദിവസങ്ങളിൽ അവരെയും തിരിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങളായിരിക്കും, അവിടെ പ്രഖ്യാപനങ്ങളായിരിക്കും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക.